നീ ചെകുത്താൻ വേദം ഓതുന്നത് കേട്ടിട്ടുണ്ടോ? മോഹൻലാൽ അവിടെ പോയിട്ടൊരു പുണ്ണാക്കം ചെയ്യാനില്ല. മോഹൻലാൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ വല്ല സിനിമ സീനൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അയാളെ കൊണ്ട് പോയേക്കുക തൊലി. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കമുട്ട തിന്നുപിടിക്കലും അല്ലേ? ഒരു മേജർ ആയിട്ട് നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ആകെ കണ്ടെത്തിയത് ഈ ഒരു കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അറിയാമെന്ന് ചോദിക്കുക. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മേജർ ആയിട്ട് നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ആകെ കണ്ടെത്തിയത് ഈ ഒരു കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അറിയാമെന്ന് ചോദിക്കുക. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു മേജർ വന്നിട്ട് കണ്ടുപിടിച്ചേക്കുന്ന കൂട്ടുകാരനെ ഇത്. വേറെ കമ്പനിക്കാരൊന്നും പുള്ളിക്ക് കിട്ടിയില്ല. ഒരു ടൂർ പോകാൻ പോയതാ. വാളയാ നമുക്കൊന്ന് പോയിട്ട് അല്ല അയാളുടെ കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. സോറി അളിയാ, സോറി രവി. എന്താ കളിയാക്കുന്നു? നിന്നെ കാണിച്ചു തരാം. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. നോക്കി നിൽക്കാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കോ? മോഹൻലാലിനെതിരായ അധിക്ഷേപ വീഡിയോയുടെ പേരിൽ യൂട്യൂബർ ചെകുത്താൻ അറസ്റ്റിൽ. ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല അവന്റെ നിലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. സെൻട്രൽ ജയിലിൽ പടക്കം ബഷീർ തറവാട് വീട് പോലെയാ. തിരുവല്ലയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ചെകുത്താൻ എന്ന അജു അലക്സിനെ പോലീസ് ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസ് നടപടി. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. മോഹൻലാലിന്റെ വയനാട് സന്ദർശനത്തെ പരിഹസിച്ചുള്ള ഈ വീഡിയോയാണ് ചെകുത്താൻ എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ പരിചിതനായ അജു അലക്സിനെ കുടുക്കിയത്. അശ്ലീലം നിറഞ്ഞ ഭാഷയിൽ മോഹൻലാലിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് സിദ്ദിഖ് പോലീസിൽ പരാതി നൽകിയത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. മോഹൻലാലിനെ മാത്രമല്ല, ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വീഡിയോ ചിത്രീകരണത്തിന് ഉപയോഗിച്ച മൈക്കും ട്രൈപോഡും എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലും കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയി